കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഞങ്ങളുടെ മേഡം ഒന്ന് വന്നോട്ടെ. പിന്നെ നിന്നെ പെട്ടെന്ന് അങ്ങ് പരലോകത്തേക്ക് അയക്കില്ലേ? നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടിരുന്നത്? ഹേയ്, കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. അപ്പോൾ എന്നാ പോകുമല്ലേ അങ്ങ് പരലോകത്തേക്ക്? മാഡം, വാട്ട് അബൌട്ട് അവർ ന്യൂ പ്രോജക്റ്റ് AM ഗ്രൂപ്പ്സ് ആയിട്ടുള്ള? മാം, ആ ഡീൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ആക്ച്വലി അർപ്പിത് സാറുമായിട്ട് മാമിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റ് 11 o'clock. എടാ സിദ്ധു, എനിക്ക് മഹിയെ കുറിച്ച് മഹിത വർമ്മയെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ എന്താ ഒരു വഴി? എന്താ മോനെ അർപ്പിത ഒരു വശപ്പശത്? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് നിനക്ക് ആകെ ഒരു ഇളക്കം. ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അറിയാനൊരു ക്യൂരിയോസിറ്റി. എടാ, അവളെ പറ്റി കുറച്ചൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം. MV ഗ്രൂപ്പ്സിന്റെ ഓണർ, ദ ഗ്രേറ്റ് ബിസിനസ്മാൻ മഹേഷ് വർമ്മയുടെയും നന്ദിത വർമ്മയുടെയും ഒരേ ഒരു മകൾ. പഠിച്ചതെല്ലാം അങ്ങ് ലണ്ടനിൽ. പിന്നെ ആളൊരു ബോക്സിംഗ് ചാമ്പ്യൻ കൂടിയാണ്. ഓൾസോ എ ഗിറ്റാറിസ്റ്റ്, സിംഗർ, പെയിന്റർ. ചുരുക്കി പറഞ്ഞാൽ ഒരു സർവകലാവല്ലഭ. ബട്ട് മഹിയുടെ 18ാമത്തെ വയസ്സിൽ അച്ഛൻ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷം അമ്മയാ പിന്നെ ബിസിനസ് എല്ലാം ഏറ്റെടുത്ത് നടത്തിയത്. മഹി ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മയും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. നാട്ടിൽ പറയത്തക്ക റിലേറ്റീവ്സ് ഒന്നുമില്ല. എല്ലാവരും UK, കാനഡ, US അങ്ങനെയാണ്. അങ്ങനെ 23ാമത്തെ വയസ്സിൽ ആളൊരു അനാഥയായി. പിന്നെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അതിനിടയ്ക്ക് പേരൻസിൻ്റെ മരണം വെറും ഒരു ആക്സിഡൻ്റ് അല്ലെന്നും അതിന് പിന്നിൽ ആരുടെയൊക്കെയോ കാര്യങ്ങളുണ്ടെന്നും അവൾ അറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവരെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു. ഇതിനോടകം കുറേ പേരെയൊക്കെ അങ്ങ് പരലോകത്ത് അയച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇനി മെയിനായിട്ടുള്ള 2 പേരെന്തോ ഉണ്ട്. അവരുടെ പുറകെ ആളിപ്പോ. ആൾക്ക് ഈ ലവ്, കമ്മിറ്റ്മെന്റ്, റിലേഷൻഷിപ്പ് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അങ്ങനെ ഇല്ലാത്ത ദുശീലങ്ങളുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കെട്ടുവിട്ട പട്ടം പോലെ അങ്ങ് പാറി നടക്കും. പെണ്ണിന്റെ ശരീരവും ആണിന്റെ മനക്കരുത്തുമുള്ള ഒരു പുലിക്കുട്ടി. ഇൻട്രസ്റ്റിംഗ്, very very interesting and I like it. എന്താ മോനെ, ലവ് ആണോ? Hey, love ഒന്നുമല്ല, it's just an admiration. അല്ല, അവൾക്ക് ഇതിനോടും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാന്ന് അറിയാവുന്ന സ്ഥിതിക്ക് അതിനവള് പറ്റിയ ഒരാളെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും. അത് ശരിയാ. ലെറ്റ്സ് സീ. മാം, മതി കുടിച്ചത്. വാ, ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് ആക്കാം. അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ?
യെസ് മാം, വി ആർ ഓൾമോസ്റ്റ് ദെയർ. 2 ഡേയ്സിനുള്ളിൽ എന്തായാലും അവനെ പൊക്കും. ഓക്കെ ഗുഡ്. 2 ഡേയ്സ്. 2 ദിവസം കൂടെ അവൻ ജീവിക്കട്ടെ. പറയടാ, ആരാ ഇതിൻ്റെ പിന്നിൽ? നിനക്ക് വേദന അറിയാതെ ചാവണമെന്നാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ഇല്ലെങ്കിൽ ഈ മഹിത ആരാന്ന് നീ അറിയും. വേദന എന്താണെന്ന് ഞാൻ നിന്നെ അറിയിക്കും. പറയാം, ഞാനെല്ലാം പറയാം. അത് സത്യം, എൻജി ഗ്രൂപ്പ്സിന്റെ ഓണർ സത്യനാരായണൻ. അയാളാ എന്നെ കൊണ്ട് തന്നെ ജയിച്ചത്. ഓ, ഫൈനലി. എനിവേ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. നൗ ഗോ ടു ഹെൽ. സത്യനാരായണൻ, ദ ബ്ലഡി റാസ്കൽ. അവൻ എങ്ങനെ എൻ്റെ ഫാമിലിയോട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഒന്നുമില്ലെങ്കിലും എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? വിട്ടില്ല ഞാൻ അവനെ. ഹലോ മാന, ഞാനിവിടെ ബാറിലുണ്ട്. എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരണം. മാഡം സോറി, ആക്ച്വലി ഞാനൊരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുക. മാം ഒരു കാര്യം ചെയ്യാമോ? ഒരു ക്യാബ് ബുക്ക് ചെയ്തങ്ങ് പോകാമോ? ആണോ? ആ, ഓക്കെ. കണ്ടിട്ട് ആണ് നല്ല ഫോമിലാണെന്ന് തോന്നുന്നല്ലോ. ഹേ മഹി, നൈസ് ടു മീറ്റ് യു. ഒറ്റയ്ക്കാണോ? തൻ്റെ പിയ എവിടെ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അർപ്പിതോ, നൈസ് ടു മീറ്റ് യു. നോ താങ്ക്സ്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അതെ, ഒറ്റയ്ക്ക് പോയതുപോലെ തന്നെ. ഐ എം സോ സോറി മഹി, എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതിപ്പം അപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കും? ആള് നല്ല ഉറക്കമാണല്ലോ. തൽക്കാലത്തേക്ക് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. നാളെ നേരം വെളുക്കുമ്പോൾ കാര്യം പറയാം. എൻ്റെ തല, ഞാനിതെവിടാ? മാഡം എണീറ്റോ? ഗുഡ് മോർണിംഗ്. ദാ ഈ കോഫി കുടിക്കേ, ആ ഹെഡേക്ക് ഒന്ന് മാറട്ടെ. ഇന്നലെ എന്നെ ആരും ഡ്രോപ്പ് ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് ഏയ് ഇറ്റ്സ് ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞു. പിന്നെ തന്നെ ഫ്രഷ് ആയിട്ട് വാ. തനിക്കുള്ള ഡ്രസ്സ് ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് പാകമാകുമെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം കമ്പനിയിലേക്ക്. ഓക്കെ, ഐ എം റെഡി. പെർഫെക്റ്റ് ഫിറ്റ്. ഇത്രയും കറക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ലടാ മോനെ അർപ്പിത്, എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? എന്ത് പ്ലാൻ? ഇപ്പം തൽക്കാലം പ്ലാനൊന്നുമില്ല. അവളുടെ തല മൊത്തം ആ കിളറെ പറ്റിയുള്ള ചിന്തകളാണ്. അതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. മാനവ്, എന്തായി അവൻ്റെ കാര്യം? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? അത് മാം 1 സെക്കൻഡ്. ഹലോ, ഓക്കെ, ഞാൻ മാഡത്തിനോട് പറയാം. ഓക്കേടാ, ബൈ. മാഡം, അവനെ നമ്മുടെ ഗോഡൗണിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ ദെൻ, ലെറ്റ്സ് ഗോ. അല്ല, ആരിത്? മിസ്റ്റർ സത്യനാരായണനോ? സോറി, സത്യൻ അങ്കിൾ. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? അവൻ്റെ വായിന്ന് ടേപ്പ് എടുത്ത് മാറ്റ്, അവൻ സംസാരിക്കട്ടെ. നീ എല്ലാം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ തന്നെ അത് ചെയ്തത്. നിന്റെ പേരൻസിനെ കൊന്നത് ഞാൻ തന്നെയാണ്.
എനിക്ക് ജലസ് ആയിരുന്നു അവനോട്. അത് കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനി മുതലാളിയോട് തോന്നുന്ന വെറും ഒരു ജലസം മാത്രമല്ല, അവന് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു, സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു, എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. എനിക്കില്ലാത്തതെല്ലാം അവനുണ്ടായിരുന്നു. അതാ അവനെ അങ്ങ് തീർത്ത് കളയാന്ന് വിചാരിച്ചത്. പക്ഷെ നിന്റെ അമ്മ, ഷീ സോ സ്മാർട്ട്. തകർന്ന് തരിപ്പണമാകാൻ പോയിരുന്ന ഒരു കമ്പനിയെ അവൾ ഒറ്റയ്ക്ക. അതുകൊണ്ടാ അവളെ തീർത്തത്. എന്റെ നെക്സ്റ്റ് ടാർഗറ്റ് നീയായിരുന്നു. ഛേ, നിർത്തടാ. എടാ സത്യൻ, പരമ ചെറ്റേ, നീ കാത് തുറന്ന് കേട്ടോ. എന്നെ കൂടെ അങ്ങ് തീർത്ത് കളയാമെന്നുള്ള നിന്റെ ആഗ്രഹമായി തന്നെ നിൽക്കുകയുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഡേ ഓൺ ദിസ് എർത്ത്. ഹേ മാനവ്, നിന്റെ മേഡം എന്ത് പറയുന്നു? ഹാപ്പി അല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഡബിൾ ഹാപ്പി. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ആളെ പറ്റി വിവരം കിട്ടിയേ? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മേഡം ആളുടെ പുറകെ ആയിരുന്നു. ഒരു തുമ്പ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എടാ മോനെ മാനവേ, അത് നിനക്ക് ഈ അർപ്പിത് മഹാദേവിനെ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഒരു അർപ്പിതിനെയല്ലേ നമുക്കറിയും. അതല്ലാതെ അവന് വേറൊരു മുഖം കൂടെ ഉണ്ട്. അത് വിട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം നീ മേഡത്തിനോടൊന്ന് സൂചിപ്പിക്കണേ. അത് ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. മേഡം ഇപ്പൊ ഫ്രീ അല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് മേഡം ആഗ്രഹിച്ചതുപോലെ തന്നെ മേഡത്തിന്റെ പേരൻസിനെ ഇല്ലാതാക്കിയവരെല്ലാം മേഡം നശിപ്പിച്ചു. ഇനിയിപ്പോ ഒരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? എത്ര നാളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കൂട്ടൊക്കെ വേണ്ടേ? നോ വേ മാനവ്. ആക്ച്വലി ഒരു ടിപ്പിക്കൽ ഭാര്യയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അത് തന്നെയല്ല, എന്നെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കും. വെറുതെ എന്തിനാ? സോ എന്തായാലും അതിനെപ്പറ്റിയൊന്നും ഞാൻ ആലോചിക്കാനേ പോകുന്നില്ല. ഒരു രക്ഷയില്ലെൻ്റെ മോനെ അർപ്പിതേ. അവൾ അമ്പനും വില്ലിനും അടുക്കുന്നില്ലെന്ന് മാനവ് വിളിച്ചപ്പോൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയാണോ? എങ്കിലും ഒരൊറ്റ കൈ പ്രയോഗം നടത്തേണ്ടി വരും. And the next category is the Best Businessman of 2026. And the winner is Mr. Arpit Mahadev, CEO of AM Groups. And now we are announcing the Best Businesswoman of 2026. And the award goes to Ms. Mahida Verma, CEO of MV Groups. മാഡം, നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ബിഗ് പ്രോജക്റ്റ് ഇല്ലേ, AVJ കമ്പനീസിൻ്റെ ഒരു 250 crore, അതിൻ്റെ ഒരു ഇൻസൈഡർ ഇൻഫോ കിട്ടിയിട്ടുണ്ട്. എന്താ മാനവ്, എനിത്തിങ് സീരിയസ്? ആക്ച്വലി സംഗതി കുറച്ച് സീരിയസ് ആണ്. അവരുടെ വൺ ഓഫ് ദ മെയിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനി CEO മാരീഡ് ആയിരിക്കണമെന്നാണ്. അതുമാത്രമല്ല,
മാരേജ് കഴിഞ്ഞിട്ട് മിനിമം ഒരു 1 ഇയർ എങ്കിലും ആയിരിക്കണം എന്നുള്ള കണ്ടീഷനും കൂടിയുണ്ട്. Oh God, what nonsense. Why should they care about our private life though? ആക്ച്വലി മാഡത്തിന് അറിയാലോ, ഈ AVJ കമ്പനീസിൻ്റെ MD മിസ്റ്റർ മാത്യു ജോൺ ആളൊരു ഫാമിലി മാനാ. സോ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കാതെ ബിസിനസ്സും ഫാമിലി ലൈഫും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് പ്രോജക്റ്റ് കൊടുക്കണമെന്നാണ് സാറിൻ്റെ ആഗ്രഹം. So, that means ഇത്രയും നാളും കഷ്ടപ്പെട്ടതും കാത്തിരുന്നതും എല്ലാം വെറുതെ ആയി എന്നർത്ഥം. Just because I'm not married. Wow. ആക്ച്വലി നമുക്ക് ഇപ്പോഴും ടൈമുണ്ട്. ദേ ആർ ഗോയിങ് ടു അനൗൺസ് ദിസ് പ്രോജക്റ്റ് നെക്സ്റ്റ് ഇയർ ഓഗസ്റ്റ്. ദാറ്റ് മീൻസ് വി ഹാവ് 1 ഇയർ 1 മന്ത് ടൈം. സോ മാഡം ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ഈ പ്രോജക്റ്റ് മാഡത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ മാനു പറയുന്നത്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ പ്രോജക്റ്റ് കിട്ടാൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് മാഡം, സെക്കൻഡ് വൺ മിസ്റ്റർ അർപ്പിത് മഹാദേവ്. സോ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ഓൾസോ നോട്ട് മാരീഡ്. നിങ്ങൾ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയാൽ ലാഭം നിങ്ങൾക്ക് 2 പേർക്കുവാ, നഷ്ടപ്പെടാൻ 2 പേർക്കും ഒന്നും ഇല്ലതാണ്. സോ ഹൗ അബൌട്ട് ഇറ്റ്? യു മീൻ എ കോൺട്രാക്ട് മാരേജ്? അതിന് ആൾ സമ്മതിക്കോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്? ആക്ച്വലി മാഡത്തിനെ പോലെ തന്നെ ആൾക്കും ഈ പ്രോജക്റ്റിൽ ഒരു കണ്ണുണ്ടെങ്കിലോ അത് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റീരിയയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ ആൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കൊരു പ്രപ്പോസൽ വെച്ച് നോക്കാം. ആളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാലോ. മഹി, ഞാൻ തന്നോട് ലീവ് എടുക്കണം എന്ന് പറഞ്ഞത് ആക്ച്വലി നാട്ടിലേക്ക് പോകാനാണ്. തനിക്കറിയാലോ, എൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് നാട്ടിലുള്ളത്. അപ്പം അവിടെ പോയി എൻ്റെ പേരൻസിനോട് നമ്മുടെ മാരേജിനെ പറ്റിയൊക്കെ സംസാരിക്കണം. പറ്റുവാണെങ്കിൽ ഈ വീക്ക് തന്നെ മാരേജ് നടത്തണം. ബിക്കോസ് നമുക്കധികം ടൈമില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. പിന്നെ അർപ്പിത്, തൻ്റെ പേരൻസിന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ? ബിക്കോസ് യുനോ, തനിക്ക് എന്നെക്കുറിച്ചോ എനിക്ക് തന്നെക്കുറിച്ചോ കൂടുതലൊന്നും അറിയില്ലല്ലോ. ഹേയ്, താൻ അതിനെക്കുറിച്ച് ഓർത്ത് വറീഡ് ആവുകയൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ 1-2 ഡേറ്റിനൊക്കെ പോവാം. അപ്പോൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് വെച്ച് തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ നമ്മൾ അധികം നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ. മാരേജ് കഴിഞ്ഞ് ജസ്റ്റ് 2 days, അതിനുള്ളിൽ തിരിച്ചു വരും. സോ ഇറ്റ് വിൽ ബി ഫൈൻ. ഹായ് മോളെ, വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ അങ്കിൾ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓൾ ഗുഡ്, താങ്ക് യു. ആ മോളെ, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. പിന്നെ ആൻറ്റി അങ്കിളും ഒന്നും അല്ല. ഇനി മുതൽ അപ്പോൾ വിളിക്കുന്ന പോലെ അച്ഛ അമ്മ എന്ന് വേണം വിളിക്കാൻ, കേട്ടോ? ആ അമ്മ, ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. അർപ്പിത്, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി തനിക്കറിയാലോ ഈ പ്രോജക്റ്റ് എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിച്ചത് പോലും അതുകൊണ്ടാണ്. സോ ആ ഡീല് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. യു ഗോട്ട് ഇറ്റ്? ആ മഹി, എനിക്ക് മനസ്സിലായി.
പിന്നെ ഞാനായിട്ട് എന്തായാലും ഒരു ഡൗട്ടും ആർക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ, എന്തായാലും അത് വിട്. താൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഒരു റൂമേ ഓപ്പൺ ആയിട്ടുള്ളൂ, മറ്റത് ലോക്ക്ഡ് ആണല്ലോ. സോറി, ആക്ച്വലി ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയി. അത് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിരുന്ന റൂമാണ്. അവനൊരു 2 months US പോയിരിക്കുക. അവൻ്റെ സാധനങ്ങളാണ് അതിലെല്ലാം. അപ്പോൾ താനൊരു 2 മാസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഹേയ്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം പാടും പാട്ടിൻ്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ നിനക്കെന്തഴകാണഴകേ നിറവാർമഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ ഒന്നു കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകാണഴകേ നിറവാർമഴവിൽ ചിറകേ നിലവിൽ വിരിയും ഓ, എന്താ മഹി, എന്ത് പറ്റി? ഫേസൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? അത് എനിക്ക് മഴ ഇഷ്ടമല്ല. മഴയൊക്കെ ഉള്ള ദിവസം ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അതെന്താ അങ്ങനെ? ഫ്രം ചൈൽഡ്ഹുഡ് എനിക്ക് തണ്ടർ, ലൈറ്റ്നിങ് ഒക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ എൻ്റെ 18th ബർത്ത്ഡേക്ക് ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്ന ടൈമിൽ ഇതുപോലൊരു മഴയുള്ള രാത്രിയിലാണ് പപ്പായ്ക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. അത് പിന്നെ മഴയുള്ള ഏത് രാത്രിയും എനിക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന ഫീലിങ്ങാണ്. മഹി, താൻ പേടിക്കണ്ട. ഇപ്പോ ഞാനില്ലേ തൻ്റെ കൂടെ. പിന്നെ നേരം ഒരുപാട് വൈകി, നമുക്ക് കിടന്നാലോ? ഓക്കെ മഹി, ഒന്നുമില്ലടാ, പേടിക്കണ്ട, ഞാനില്ലേ, ഉറങ്ങിക്കോ. മഹി, നിനക്കറിയോ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് പഠിക്കാൻ. You know something? When you sleep, you look so innocent. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ദ മാഫിയ ക്വീൻ, എല്ലാവരെയും വിറപ്പിച്ചു നിർത്തുന്ന ദ ഗ്രേറ്റ് ബിസിനസ് വുമൺ മഹിത വർമ്മയാണ് ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നെന്ന് പറഞ്ഞാൽ ഇവൻ ഐ കാൻ ബിലീവ് ഇറ്റ്. ബട്ട് യു നോ മഹി, I'm really enjoying this moment. ഹലോ മോനെ, അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഉടനെ ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. മോനൊന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുമോ? അമ്മ, ഞാൻ സിദ്ധുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഇന്ന് തന്നെ വരാം. ആയിഷ്, ഓ ഗോഡ്, എന്താ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തേ? അല്ലാതെ മിസ് ചെയ്യുക. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, കിടന്നിട്ടുണ്ടെങ്കിലോ? ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഒരു കാര്യം ചെയ്യാം, പഴയ വോയിസ് മെസ്സേജ് എന്തെങ്കിലും ഇരുന്ന് കേൾക്കാം. മേ ബി മിസ്സിങ് കുറച്ച് കുറഞ്ഞാലോ?
അർപ്പിതല്ലേ വിളിക്കുന്നത്? ഹലോ മഹി, ഓർമ്മയില്ലായിരുന്നോ? ഇല്ല, ഞാൻ കിടക്കാൻ പോവായിരുന്നു. എന്നാ ശരിയാടോ, താൻ കിടന്നോ, നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. പിന്നെ മഹി, ഡു യു മിസ് മീ? നോ, വൈ ഷുഡ് ഐ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. ആഹാ, ബട്ട് ഐ മിസ്ഡ് യു എ ലോട്ട്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ കള്ളം പറഞ്ഞതാ. ഐ മിസ് യു ടു. പെട്ടെന്ന് വാ എൻ്റെ അടുത്തേക്ക്. ഈവൻ യുവർ പില്ലോ സ്മെൽസ് ലൈക്ക് യു. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി ഞാൻ അന്നു തന്നൊരനുരാഗരേഖയിൽ നോക്കി നോക്കി ഉരുകുന്നു ഞാൻ. രാവുകൾ ശലഭമായി, പകലുകൾ കിളികളായി, നീ വരാതെ രാക്കിനാവുറങ്ങി ഉറങ്ങി. ഇനി എന്തു വേണം, ഇനി എന്തു വേണമീ മൗനമേഘമലിയാൻ പ്രിയം വരേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാതാം. തെല്ലുറങ്ങിയുണരുമ്പോഴൊക്കെയും നിൻതലോടലറിയുന്നു ഞാൻ. തെന്നൽ വന്ന് കവിളിൽ തൊടുമ്പോഴാ ചുംബനങ്ങൾ അറിയുന്നു ഞാൻ. ഓമനേ ഓർമ്മകൾ അത്രമേൽ നിർമ്മലം, നിന്റെ സ്നേഹലയ മർമരങ്ങൾ പോലും തരളം. തേനിന്ദ്രജാല മൃദുമന്ദഹാസമെന്നേർക്കു നീട്ടി അലസം മറഞ്ഞു നീ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാതാം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമീ മൗനമേഘം അലിയാൻ പ്രിയം വരേ. ഓഹോ, എന്നെ മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പിള്ളേരും കെട്ടിപ്പിടിച്ച് കിടക്കുവാണല്ലേ. കാണിച്ചു തരാം. ഇനി ഈ പിള്ളേരൊന്നും വേണ്ട, ഇപ്പൊ ഞാൻ വന്നില്ലേ. മഹി, ഇന്നെന്റെ ഫ്രണ്ട് വന്ന് അവന്റെ ആ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. സോ തനിക്ക് വേണമെങ്കിൽ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാട്ടോ. ഓക്കെ, ഞാൻ ചെയ്യാം. ഹൈഷ്, എത്ര നേരമായി, ഉറക്കം വരുന്നില്ലല്ലോ. ഗോഡ്, മകളോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതല്ലേ, അതുകൊണ്ട് കേൾക്കണമെന്നുണ്ട്. ഉറക്കം വരുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ ഒരു സൗണ്ട് കേൾക്കുന്നേ? ഉറങ്ങിയ പോലെ കിടക്കാം. അപ്പൊ മേഡത്തിന് ഉറക്കം വരുന്നില്ലായിരുന്നല്ലേ? അപ്പൊ എന്നോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. മതി. ഫൈനലി മാഡം ആഗ്രഹിച്ചതുപോലെ ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. പിന്നെ ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഡം അർപ്പിത് സാറുമായിട്ട് നൈറ്റ് അങ്ങ് എത്തിയേക്കണം.
ഓ യാ ഷുവർ, ഞങ്ങളങ്ങ് എത്തിയേക്കാം. Dear ladies and gentlemen, as we all know, we are here to celebrate an auspicious moment. We have backed the most awaited project for our company. Now, I would like to invite our both CEOs, Mr. Arpit Mahadev and Mrs. Mahida Verma, to the stage. Hi sir. Hi ma'am. Actually, I have a little game for you. I want to know who is most romantic among you. Just a rapid game, so don't worry. So first question is for Arpit sir. Sir, can you describe the moment you first saw Mahida ma'am? ആക്ച്വലി ഒരു ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് മഹയെ കാണുന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് ഷീ ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ഗേൾസ് ഐ മെറ്റ് ബിഫോർ, ആൻഡ് ഐ വാസ് റിയലി ക്യൂരിയസ് ടു നോ മോർ അബൌട്ട് ഹെർ ദാറ്റ് ടൈം. Okay sir. Ma'am, it's your turn. So tell me, who proposed first? അത് പിന്നെ അർപ്പിത ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ. Oh really? Please Arpit sir, please. മാമിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്തതെന്ന് ഒന്ന് കാണിക്കോ പ്ലീസ്? അത് പിന്നെ ഓക്കെ, ഞാൻ പറയാം. ഇറ്റ് വാസ് എ ഫ്രൈഡേ ഈവനിങ്. ഞങ്ങളൊരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ആൻഡ് ഷി വാസ് വെയറിങ് എ പർപ്പിൾ ഡ്രസ്. ഷി ലുക്ക്ഡ് സ്റ്റണ്ണിങ് ഇൻ ദാറ്റ് ഡ്രസ്. ആക്ച്വലി ആള് വന്നിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടാൻ തുടങ്ങി. ടു ദ പോയിന്റ് എനിക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോയേക്കുമെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. So I thought it was the right time to tell her about my feelings. Actually, അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയായിരുന്നു. സോ ഇനിയും താമസിക്കേണ്ടെന്ന് കരുതി ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ തന്നെ ഇങ്ങനെ നോക്കി പതിയെ I just whispered, Mahi, I love you. And she said, ലവ് യു ടു. അത് ഞാനന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമായിരുന്നു. Oh wow, you guys are really romantic. Thank you sir. Thank you ma'am. Now, let's enjoy the party. മഹി, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം, താൻ നടന്നോ? എങ്ങനെയുണ്ട് മഹി? തനിക്ക് ഇഷ്ടമായോ? അർപ്പിത്, എന്താ ഇതൊക്കെ? Mahi, I want to tell you something. Actually, I want to converse this earlier, but I was afraid about your reaction. പക്ഷേ ഞാനിന്ന് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിൽ ഞങ്ങളുടെ തിളക്കം, നിന്റെ ആ നിറയാർന്ന ചുണ്ടുകൾ, നിന്റെ നെറ്റിയിലൂടെ ഹരിച്ചിറങ്ങിയ വിയർപ്പ് തുള്ളികൾ, മോറോവർ യുവർ ഹാർട്ട് ബീറ്റ്, എനിക്ക് ശരിക്കും കേൾക്കായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ദാറ്റ് യു ഹാവ് ഓൾസോ ഫീലിങ്സ് ഫോർ മീ. അതുകൊണ്ട് ഇനിയും താമസിക്കേണ്ടെന്ന് കരുതി. അതാ ഇനി തന്നെ. I love you, Mahi. I really love you. I
I want to live a life with you only. So, Mahi, tell me, what is your... I love you too. I know we started this as a contract, but അർപ്പിതിനറിയാലോ, എനിക്ക് ലവ്, കമ്മിറ്റ്മെൻറ്റ്, റിലേഷൻഷിപ്സ് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല until I met you. When you come to my life, ഞാൻ മനസ്സിലാക്കുകയായിരുന്നു that സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നൊരു മനസ്സ് എനിക്കും ഉണ്ടെന്ന്. അത് അന്ന് നീ നാട്ടിൽ പോയ ആ ഒരു 1 വീക്കില്ലേ, ഐ വാസ് ലിറ്ററലി ഡൈ. തന്നെ ഒന്ന് കാണാഞ്ഞിട്ട്, തൻ്റെ ആ സ്വരം ഒന്ന് കേൾക്കാഞ്ഞിട്ട് എനിക്കറിയില്ല അത് എങ്ങനെ പറയണമെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചിരുന്നു, ഞാനായിട്ട് എന്തായാലും ഫസ്റ്റ് എൻ്റെ ഇഷ്ടം നിന്നോട് പറയില്ല. ബിക്കോസ് മേ ബി തനിക്കെന്നോട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ. ബട്ട് നൗ ഐ എം റിയലി ഹാപ്പി. ബട്ട് ഐ ഹാവ് വൺ ഡൗട്ട്. ഇതൊക്കെ എപ്പോഴാണ് സെറ്റ് ചെയ്തേ? അതൊക്കെ നമ്മുടെ പയ്യന്മാർ ചെയ്തതാ. അപ്പു, വർഷം 1 കഴിഞ്ഞു. നീ ഇനി എന്നാ അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? എടാ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും. എന്നാലും ഞാൻ പറഞ്ഞാലോ? അതോർത്ത് സാർ പേടിക്കണ്ട. മാഡത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം. നമ്മുടെ സക്സസ് പാർട്ടി ഇല്ലേ അന്ന്, അത് ഹോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാഡത്തിൻ്റെ റിയാക്ഷനിൽ നിന്ന് സാറിന് ഊഹിക്കാം പോസിറ്റീവ് റെസ്പോൺസ് ആണോ അതോ നെഗറ്റീവ് റെസ്പോൺസ് ആണോ കിട്ടാൻ പോകുന്നതെന്ന്. ഓക്കെ, അത് നല്ലൊരു ഐഡിയ. പിന്നെ ഗൈസ്, പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ നടന്നായിരുന്നു. Can I kiss you? മഹി, അത് പിന്നെ എനിക്ക് സമ്മതം. ശരിക്കും ഭാര്യമാരായാൽ ഇങ്ങനെ വേണം.